എനിക്ക് അങ്ങയുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് ഇനി മനസ്സിലാകാത്തത്. ഇപ്പോൾ RSS അങ്ങ് പറയുന്നു അങ്ങയുമായി അടുത്ത് നിൽക്കുന്ന ആളുകളാണെന്ന്. ഇപ്പോൾ അനുശീലൻ സമിതി പോലുള്ള സംഘടനകൾ ജോലി ചെയ്താണ് അല്ലെങ്കിൽ പ്രവർത്തിച്ചാണ് എഡ്ഗേവാർ പിന്നീട് RSS തുടങ്ങുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങ് പറയുന്നു കുറേ കൂടെ അടുത്ത് നിൽക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തുടർ ഭരണം ഉണ്ടാകും എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യം തോന്നുന്നുണ്ടോ? CPM തന്നെ ആയിരിക്കും കാരണം ഇനിയും അടുത്ത് വരേണ്ടത്. കാരണം വരുന്ന രീതിയിൽ, കാരണം അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലല്ല ഓരോ കാര്യങ്ങൾ പോകുന്നത്. എല്ലാവരും പൊളിറ്റിക്കൽ രീതിയിലാണെങ്കിലും CM-നെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഒന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് ഇതിനും ബെറ്ററായിട്ട് ഇപ്പോൾ ഈ പറയുന്ന ശബരിമല വിഷയമൊക്കെ മാറ്റി നിർത്താം. ഇപ്പം നമ്മളുടെ ഓപ്പോസിറ്റ് ഗ്രൂപ്പ് തന്നെയാണ് അവർ എന്ന് പറയാൻ വേണമെങ്കിൽ പല കാര്യത്തിലും. പക്ഷേ ഒരു കാലത്ത് ഹിന്ദു മഹാസഭയും CPM തമ്മിലുള്ള ഒരു റിലേഷനും വളരെ സ്ട്രോങ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ചരിത്രം പഠിച്ചാൽ പലതും മനസ്സിലാവും. പക്ഷെ ഇതെല്ലാത്തിലും ഒരു ആത്മീയ വശം മാത്രം എടുക്കുക. ആത്മീയത അല്ലാതെ മതപരമായിട്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളും ഡിബേറ്റ്സും അരോചകമായിട്ട്. പക്ഷേ എന്തായാലും ഈ ഹിന്ദു മഹാസഭയ്ക്ക് ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനായി കേരളത്തിൽ റീഎമർജ് ചെയ്യാനൊക്കെയുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? വരും. കാരണം ഹിന്ദു മഹാസഭ എന്ന ഡാമിൽ നിന്ന് വെള്ളം പൊട്ടിയാണല്ലോ ജനസംഖ്യ പോകുന്നത്. ആ ഡാമിൽ നിന്ന് പൊട്ടിയാണല്ലോ BJP വരുന്നത്. ഇപ്പോൾ ഇത് റീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും മോദി ഉണ്ടാവുമെന്നാണോ വിചാരം? എല്ലാ ദിവസവും മോദിക്ക് ഭരണം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നാണോ വിചാരം? അപ്പോൾ മോദി നല്ല രീതിയിൽ ചെയ്തു. മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന, മോദിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും അല്ല, പക്ഷേ അതിപ്പോൾ BJP-യോ RSS-ഓ ഇത് മോദിയെ കണ്ടല്ല അത് തുടങ്ങുന്നത്. വേറെ അനുശീലൻ സമിതി പോലുള്ള സംഘടനകളിൽ പ്രവർത്തിച്ച എഡ്ഗേവാർ വേറെ ചില ആശയങ്ങൾ അദ്ദേഹത്തിന് വരുന്നു. ഒരു ആത്മീയ തലം കൂടി ഉണ്ടാകണമെന്ന് മനസ്സിലാക്കുന്നു. RSS തുടങ്ങുന്നു. പിന്നീട് അതിന് ശേഷം എത്രയോ കഴിഞ്ഞാണ്, അദ്ദേഹത്തിൻ്റെ കാലശേഷമാണ് ജനസംഘം ഉണ്ടാകുന്നത്. പിന്നെ അത് BJP-യായി പരിണമിക്കുന്നതൊക്കെ വേറെ എത്രയോ കഴിഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ പ്രചാരകന്മാർ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പോൾ നരേന്ദ്രമോദി കഴിഞ്ഞ മറ്റൊരാൾ വന്നുകൂടെ? നരേന്ദ്രമോദി കഴിഞ്ഞാൽ മറ്റൊരാൾ വരണം എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദിയെ പോലെ ഒരു പൊളിറ്റിക്കൽ ഓർഗാസം കാണിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ ഒരു ഫീല് കൊടുത്ത് ഒരു നേതാവ് ഇപ്പം അറ്റ് പ്രസൻറ്റ് ഇല്ല. ഒന്ന് അല്ല, പക്ഷേ വാജ്പേയി ഉണ്ടായിരുന്നപ്പോൾ ഇതാ പറഞ്ഞു, വാജ്പേയി കഴിഞ്ഞാൽ ആരും ഉണ്ടാകില്ലെന്ന്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ കാലം ഇന്ത്യ ഭരിക്കാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി അവർക്കുണ്ടായി. ഇപ്പോൾ യോഗിജി ഒരു ലിസ്റ്റിലുള്ള ആളാണ്. യോഗിജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ നേതാവാണ്. യോഗിജിയും അദ്ദേഹത്തിൻ്റെ ഗുരുവും ഹിന്ദു മഹാസഭയുടെ നേതാക്കളായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് UP-യിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, എത്ര ഫിയർലെസ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങൾ വരും. പക്ഷേ ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ നമ്മുടെ സാന്നിധ്യം എന്താണെന്ന് അറിയിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ, ഇവിടെ കുറച്ച് ദിവസം കൂടെ നമ്മുടെ ഹിന്ദുക്കൾ തിരിച്ചറിയട്ടെ. ഇവിടെ BJP എന്ന് പറഞ്ഞ് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കൈകോർക്കുമ്പോൾ ഇത് എങ്ങനെയാണ് ശരിയാവുന്നത്? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കൈകോർക്കുന്നതല്ല, അത് തോന്നലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താ കുഴപ്പം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചാർവാകൻ്റെ ഞാൻ ഈ ഇടയ്ക്കും നമ്മുടെ സഖാവ് P. ശശിയായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ആളാണ്. പക്ഷേ നമ്മളുടേതായ നമുക്കൊരു മതപരമായ ഒരു കാഴ്ചപ്പാട് ഒന്നിലോടുമില്ല. മതത്തെ രാഷ്ട്രീയമാക്കുന്നതിലോടാണ് നമ്മൾ എതിർക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ കുറച്ച് നേരം ഇപ്പോൾ പിണറായി വിജയനെ പോലെ ഇത്രയും നല്ല ഒരു രഹസ്യമായിരുന്ന് ആത്മീയ സാധന ചെയ്യുന്ന ഒരു ആളെ കാണിച്ചു തരാൻ പറ്റുമോ? ഒരു BJP നേതാവ് പോലും ഇല്ല. ആത്മീയ സാധന ചെയ്യുന്നുണ്ടോ? അദ്ദേഹം പക്ക സ്പിരിച്വലാണ്. അദ്ദേഹം അതിൽ ഞാൻ ഭാഗമായാണോ ഇപ്പോൾ ഭഗവത്ഗീതയിലെ വരികളൊക്കെ ഉദ്ധരിക്കുകയൊക്കെ ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇത്രയും ആൾക്കാർ ആക്രമിച്ച ഒരു മനുഷ്യൻ, ഇത്രയും രീതിയിൽ പിടിച്ചു നിന്ന മനുഷ്യൻ എന്തെല്ലാം രീതിയിൽ പുള്ളിയെ ചവിട്ടിത്താക്കാൻ ശ്രമിച്ചു. ഇപ്പൊ പിണറായി വിജയൻ, മോഹൻലാൽ, ഗോകുലം ഗോപാലേട്ടൻ, ഇവരൊക്കെ വളരെ സ്പിരിച്വലി കഴിഞ്ഞ ജന്മം ചാർജ്ഡായിട്ടുള്ളവരാണ്. നമ്മൾ ഈ ആത്മീയതയെ പറ്റി തെറ്റായി ധരിക്കുകയാണ്. അമ്പലത്തിലും പള്ളിയിലും ഇരിക്കുന്നതാണ് ആത്മീയത. തെറ്റാണ്. ഇപ്പം നമ്മളൊരു അയ്യപ്പൻ്റെ പടം ഇട്ടാൽ, അല്ലെങ്കിൽ BJP-യിൽ ഒരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദുവാണ് അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധനാണെന്ന് പറയുന്ന ഒരു ബോധമില്ലാത്ത ട്രെൻഡാണ് ഇവിടെ നടക്കുന്നത്. അപ്പം അങ്ങ് പറയുന്ന ഒരു തുടർഭരണം ഉണ്ടാകും. പിണറായി വിജയൻ ഇരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം പോട്ടെ. കാരണം ഇവിടെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ ഈ ഹിന്ദു മഹാസഭ മത്സരിക്കാനൊന്നും പോകുന്നില്ല, പിന്തുണ മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഓരോന്നിനും ഓരോ ടൈമുണ്ട്. നമ്മൾ മുട്ട ആവാനൊരു സമയമുണ്ട്, അത് വിരിയാനൊരു സമയമുണ്ട്, അതിന് തേനെടുക്കാനൊരു സമയമുണ്ട്. നമ്മളിപ്പോൾ ചാടിക്കേറി ഒന്നും ചെയ്യണ്ട. കാരണം അബ്സല്യൂട്ട്ലി റൈറ്റ്. അതിൽ വളരെ സൈലൻ്റ് ആയിട്ട് ജനങ്ങൾ റിയലൈസ് ചെയ്യട്ടെ. കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ BJP-യുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ജനങ്ങൾ അതായത് ഷക്കീലേനെ സീതാദേവിയായിട്ട് കാണുന്ന ഒരവസ്ഥയിലാണ് BJP-യെ ഹിന്ദുക്കൾ കാണുന്നത്. അല്ലെങ്കിൽ സണ്ണി ലിയോണിനെ കന്യാമറിയമായിട്ട് കാണുന്ന പോലെയാണ് BJP-യെ ഇപ്പം നമ്മുടെ ഹിന്ദുക്കൾ കാണുന്നത്. കാരണം BJP എന്ന് പറഞ്ഞാൽ മോദി എന്ന ഒരിക്കലല്ല. മോദിജിക്ക് പോയിട്ട് അമിത്ഷാജിക്ക് അവർക്കൊക്കെ ഈ കേരളം അവർ എഴുതി തള്ളിയതാണ്. ഇപ്പോഴെന്നല്ല,
കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം അവർ വി ആർ ലീസ് ബോധേഡ് അബൌട്ട് കേരള എന്ന് നാഷണൽ ലീഡേഴ്സ് പറയാറുണ്ട്. അങ്ങനെ പറയാനാകുമോ? തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടി അമിത്ഷാ ഇവിടെ വന്നു നേരിട്ട് അത് ഈ പ്രാവശ്യമാണ് ആദ്യത്തെ പ്രാവശ്യം. കാരണം ഇവിടെ മോദിയെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഇവിടുത്തെ BJP-ക്കാരാണ്. കുമ്മന രാജശേഖരൻ അടക്കം മോദിക്ക് അഗൻസ്റ്റ് ആയിരുന്നു. മോദി അതായത് അന്ന് TL ജയകാന്തൻ എന്ന് പറയുന്ന റിപ്പോർട്ടർ ജന്മഭൂമിയിലിരിക്കുമ്പോൾ മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നുള്ള ലേഖനം എഴുതിയപ്പോൾ താനാണോടോ ഇവിടെ ഇത് തീരുമാനിക്കുന്നത്, തൻ്റെ അടുത്താണോ താനാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്നത്, ഇനി മേലാൽ ഇത്തരം ആർട്ടിക്കിൾ എഴുതാൻ പാടില്ല, എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് കൊണ്ട് കാണിക്കാതെ ഇത് പബ്ലിഷ് ചെയ്യരുതെന്ന് പറഞ്ഞ വ്യക്തിയാണ് കുമ്മന രാജശേഖരൻ. അതുപോലെ യോഗി ആദിത്യനാഥ് ഇവിടെ തെരഞ്ഞെടുപ്പിന് വരുന്ന സമയത്ത് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ല. സുഷമ സ്വരാജും അതുപോലെ നമ്മുടെ അരുൺ ജെയ്റ്റ്ലിയും ആയിരിക്കും ഞാനിവിടെ ഇൻവൈറ്റ് ചെയ്യുക, അല്ലാതെ ഇതുപോലുള്ള തീവ്രവാദികളെ ഞാൻ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹിന്ദു തീവ്രവാദികളെ ഇവിടെ വേണ്ടെന്ന് പറയും. അപ്പം ഇതുപോലെ തന്നെ മോദിയെ ഏറ്റവും കൂടുതൽ മോദിജിയെ ഇവിടെ ഒപ്പോസ് ചെയ്തപ്പോൾ നമ്മുടെ ക്ഷേത്രം, അതായത് നമ്മുടെ ശിവഗിരിയാണ് മോദിജിയെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് ശിവഗിരിക്ക് കൊടുത്ത പ്രയോറിറ്റി അത്രയും വലുതാണ്. മോദിജിയെ എല്ലാ കാലത്തും ഇവിടെ മോശപ്പെടുത്തി സംസാരിച്ചിരുന്നത് ഇവിടുത്തെ BJP-യിലെ ആൾക്കാരായിരുന്നു. മോദിയെ സപ്പോർട്ട് ചെയ്തത് PP മൂന്തേട്ടനായിരുന്നു. മൂന്തേട്ടനെ പോലുള്ളവരായിരുന്നു മോദിജിയുടെ കൂടെ ഉണ്ടായിരുന്നു.